ഇന്നെന്താ പറയാൻ പോകുന്നതെന്നറിയാവോ? ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ കുട്ടികൾ ഒരു 10ാം ക്ലാസ് കഴിയുമ്പം തൊട്ട് അല്ലെങ്കിൽ ഒരു +2 കയറുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയുമ്പം തൊട്ട് പ്രത്യേകിച്ചും ആൺകുട്ടികൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് ഇപ്പം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കൂടുതലും പറയുന്ന ഒരു സെൻറ്റൻസ്, പെൺപിള്ളേരും അങ്ങനെ പറയുന്നവർ കാണുമായിരിക്കും കേട്ടോ. ആൺകുട്ടികൾ കൂടുതലും പറയുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലിക്കൊന്നും പോകുന്നില്ല, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുക, ഞങ്ങളുടെ അണ്ടറിൽ ആരെങ്കിലും ജോലിക്കാരെയൊക്കെ വെച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കാം, ഞങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുവാണെന്നാണ് ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് കുട്ടികളും ചിന്തിക്കുന്ന ഒരു കാര്യം. ഞാൻ കുറേ പേരുടെ വായിന്നത് കേട്ട് കേട്ടോ. സ്വന്തമായിട്ട് വല്ലതും ചെയ്യുന്നേ ഉള്ളൂ, ആരുടെ അണ്ടറിൽ അങ്ങനെ ജോലി ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഒരു കമ്പനിയിൽ പോയിരുന്നോ ഒരു ഓഫീസിൽ പോയിരുന്നോ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ചിന്തിക്കുന്നതെന്നാണ് ഒരുപാട് കുട്ടികളും അവരുടെ അമ്മമാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു അവർ ചിന്തിക്കുന്ന അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? ഞാൻ ആരുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് അല്ലെ ഒരാളെ അസിസ്റ്റ് ചെയ്തൊന്നും ഞാൻ ജോലി ചെയ്യാനത് ചിന്തിക്കുന്നില്ല. പക്ഷേ നല്ല തീരുമാനമൊക്കെയാണ് അതവരുടെ ലീഡർഷിപ്പിനെയൊക്കെ നമ്മളതിനെ കാണുന്നത്. കാരണം അവർക്കൊരു എന്തെങ്കിലും ഒരു ഫേം സ്വന്തമായിട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ ലീഡർഷിപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കേപ്പബിലിറ്റി അവർക്ക് ആയിക്കഴിഞ്ഞു, അവരുടെ ബ്രെയിനിൽ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അല്ലാതെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ ചിലപ്പം അവരുടെ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് പറയുന്നതായിരിക്കാം. പക്ഷേ ചില കുട്ടികളൊക്കെ ഈ ഒരു ബോൾഡായിട്ടൊരു ഡിസിഷൻ അങ്ങ് എടുക്കും കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യമായിട്ട് ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് കേട്ടോ, എവിടെ ഒരു കോഴ്സിൽ വായിച്ചതാണ് ഇനി ഈ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ആരുടെ കൂടാണോ കുട്ടിക്കാലം നമ്മൾ ചിലവിട്ടത്, നമ്മൾ ആദ്യമേ നമ്മൾ ആരെയാണോ അസിസ്റ്റ് ചെയ്ത് നമ്മൾ ജീവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ആരുടെ കൂടാണോ കുട്ടിക്കാലം ചിലവിട്ടത്, അച്ഛൻ്റെയോ അമ്മയുടെയോ നമ്മുടെ വല്യപ്പച്ചൻ വല്യമ്മച്ചി ആരുടെ കൂടാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ അവരുടെ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്തേ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അവർ മുറ്റം തൂത്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഉടനെ നമ്മളോട് എന്താ പറയുന്നതെന്നറിയാവോ? ചിലപ്പോൾ അവർ ഇതിൻ്റെ ചപ്പൊക്കെ വാരാനുള്ള ചാക്കോ കൊട്ടയോ ഒക്കെ അവർ മറന്നു പോയെന്നെങ്കിരിക്കട്ടെ. അന്നേരം അവരാദ്യം പറയുന്നേ, മോനെ അല്ലേ മോളെ പോയി ആ ഒരു ചാക്കിങ് എടുത്തുകൊണ്ട് വരാമോ, ഈ ചപ്പ് വാരാൻ ഒരു കൊട്ടയും എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ അവിടുന്ന് നമ്മുടെ ബോസ് അവരായിക്കഴിഞ്ഞു, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ സന്നദ്ധമായി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അമ്മ അല്ലെ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരു ജോലി, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു മീൻ വെട്ടിക്കൊണ്ടിരിക്കുക, അന്നേരം വെളിയിൽ പാത്രമൊക്കെ പണ്ടത്തെ കാലത്ത് അങ്ങനല്ലേ, വെളിയിലൊക്കെ കൊണ്ടുവച്ചാണ് മീൻ വെട്ടുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും അടുക്കളയിൽ വെച്ച് തന്നെ സിങ്കിനകത്ത് വെച്ച് തന്നെയാണ് മീനൊക്കെ വെട്ടുകയും ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. വെളിയിലോട്ട് ഇറങ്ങുന്ന ആൾക്കാരിപ്പം ചുരുക്കമാണ് ശരിക്കും പറഞ്ഞാൽ. അന്നേരം ഇപ്പം അമ്മ മീൻ വെട്ടാൻ പാത്രവും വേറൊരു ചട്ടിയൊക്കെ ആയിട്ട് പോയി, അന്നേരമായിരിക്കും ഓർക്കുന്നത്, അയ്യോ ഞാൻ കത്തി എടുത്തില്ല. അപ്പോൾ പെട്ടെന്ന് പറയും, മോനെ അല്ലെങ്കിൽ മോളെ ആ പിച്ചാത്തി എടുത്തുകൊണ്ട് ആ കത്തി എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പോൾ നമ്മൾ അവർക്ക് അസിസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞു. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അമ്മ തറ തുടയ്ക്കാൻ നേരം ചിലപ്പം ലോഷനോ വല്ലതും എടുക്കാൻ മറന്നിട്ട് ബക്കറ്റും മോപ്പും ഒക്കെ ആയിട്ട് വരും, മോനെ മോളെ അത് പോയി എടുത്തുകൊണ്ട് പോവാം. അന്നേരം തന്നെ നമ്മുടെ ലൈഫിലെ അസിസ്റ്റൻ്റായിട്ടുള്ള ജോലികൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയിലൊക്കെ ചെല്ലുമ്പം അവരല്ല നമ്മുടെ ബോസ് ആദ്യമേ. നമ്മുടെ വീട്ടിൽ നമ്മൾ ആരുടെ കൂടെ കുട്ടിക്കാലമൊക്കെ ചിലവഴിക്കുന്നോ അവരാണ് നമ്മുടെ ബോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ. അവിടുന്നേ നമ്മൾ തുടങ്ങുക. നമ്മൾ അന്നൊക്കെ എന്ന് വെച്ചാൽ ഈ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. വളർന്നു കഴിഞ്ഞ് വല്ലതും പറയുമ്പോഴാണ് നമുക്ക് ഈ മടി പിടിക്കുന്നത്. എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് അത്രയും അറിവുമില്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാൻ, പാത്രം കഴുകാൻ, തുണി അലക്കാനൊക്കെ നമുക്ക് അന്ന് ഭയങ്കര ഇഷ്ടമായിരിക്കും ശരിക്കും പറഞ്ഞാൽ. പിന്നെ വളർന്നു കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുമ്പം നമുക്ക് അത്രയും ഇഷ്ടം അതിനോട് തോന്നണമെന്നില്ല. അപ്പോൾ പറയും, അയ്യോ എനിക്ക് വയ്യ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ആദ്യമായിട്ട് ഒരു ബോസിൻ്റെ മുമ്പിൽ നമ്മൾ ജോലി ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെയോ ഒക്കെ മുന്നിലാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല പുതുതായിട്ട് ചെല്ലുന്ന ഒരു ഓഫീസിലോ കമ്പനിയിലോ ഒന്നുമല്ല. ആദ്യത്തെ നമ്മുടെ അസിസ്റ്റൻ്റ് പണി നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പം ശരിയെങ്കിൽ പിന്നെ കാണാമേ.